ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പെസഹ വാരം ആചരിക്കുകയാണ്. മുറിക്കപ്പെടുന്ന സ്നേഹത്തിന്റെ ഉടമ്പടി. ഇരുളടഞ്ഞ ലോകത്തിലേക്ക് സ്നേഹത്തിന്റെ വലിയ വെളിച്ചം ക്രിസ്തു പകർന്ന രാത്രി. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്ന്. സഭ പ്രധാനമായും 4 വലിയ രഹസ്യങ്ങളാണ് ആഘോഷിക്കുന്നത്: വികാരുണ്യ സ്ഥാപനം, പൗരോഹിത്യ സ്ഥാപനം, പാദക്ഷാളനം, സ്നേഹത്തിന്റെ പുതിയ കൽപ്പന. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത രക്ഷിക്കപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവ കുഞ്ഞാടായ ക്രിസ്തു തന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാകുന്നു. സുവിശേഷം 13-ാം അധ്യായത്തിൽ ഒരു രംഗമുണ്ട്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ മുട്ടുകുത്തുന്ന ഈശോ. അക്കാലത്ത് അടിമകൾ ചെയ്തിരുന്ന ജോലിയാണ് അത്. ഇതുപോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്കായി മുറിക്കപ്പെടുമ്പോഴാണ് അത് ദൈവത്തിന് പ്രിയപ്പെട്ടതാകുന്നത്. അപ്പം മുറിക്കപ്പെടുമ്പോഴാണ് അത് അനേകർക്ക് അപ്പമാകുന്നത്. മുറിക്കപ്പെടാത്ത അപ്പം ആരുടെയും വിഷപ്പടക്കില്ല. കാലുവെള്ളം എന്നാൽ ഈശോ പറയുന്നു, ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കുണ്ടാകുകയില്ല. ഉള്ളവരുടെ കുറവുകൾ ക്ഷമിക്കാനും വീഴ്ചകളെ സ്നേഹം കൊണ്ട് മറയ്ക്കാനും എല്ലാവരോടും പരസ്പരം വിനയത്തോടെ പെരുമാറാനുമുള്ള ആഹ്വാനമാണ് ഇത്. ഇന്ന് രാത്രി പെസഹാപ്പം മുറിക്കുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയാനുള്ള അവസരമായിട്ട് ഇതിനെ മാറ്റുക. പെസഹ രാത്രിയിലെ ഏറ്റവും വലിയ പാഠം ഈശോ യൂദാസിനോട് കാണിച്ച സ്നേഹമാണ്. തന്നെ ചതിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടും ഈശോ അവന്റെ പാദങ്ങൾ കഴുകി അവനോടൊപ്പം അപ്പം പങ്കുവച്ചു. വെക്കപ്പെടാത്ത സ്നേഹം ക്രിസ്തീയമല്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമാണ്. എന്നാൽ നമ്മളെ ചതിച്ചവരെയും വേദനിപ്പിച്ചവരെയും സ്നേഹിക്കുന്നതാണ് ക്രൈസ്തവന്റെ വെല്ലുവിളി. യൂദാസിനെ സ്നേഹിത എന്ന് വിളിച്ച ക്രിസ്തുവിന്റെ വലിയ മനസ്സ് നമ്മളിലും ഉണ്ടാകണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.